വിധവയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കി ഏതാണ്ട് 23 പവൻ സ്വർണവും അതുപോലെ തന്നെ 30 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിൽ പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കഥ ഇങ്ങനെയാണ്. വിവാഹ വാഗ്ദാനം നൽകി മധ്യവയസ്കയായ വിധവയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും പിന്നീട് 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 30 ലക്ഷം രൂപയും ആഡംബര കാറും തട്ടിയെടുത്ത ശേഷം വഞ്ചിച്ച കേസിലെ പ്രതിയെയാണ് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടക്കാട്ടിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വി ഖലീൽ എന്ന് പറയുന്ന 50 വയസ്സുകാരനായിട്ടുള്ള ആളെയാണ് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ പി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാസർഗോഡ് ജില്ലയിലെ പടന്ന പയ്യങ്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ക്വാർട്ടേഴ്സിൽ നിന്ന് പിടികൂടിയ ഇയാളെ ബുധനാഴ്ച രാത്രി പോലീസ് നടത്തിയിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇയാളെ കണ്ടെത്തുന്നത് തന്നെ. മാടായി പഞ്ചായത്തിലെ 54 വയസ്സുകാരി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണപുരം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. കണ്ണൂർ നഗരത്തിലെ ഏതാണ്ട് ഒരു സ്ഥാപനത്തിൽ വെച്ച് മറ്റൊരു സ്ത്രീ മുഖേനയാണ് പരാതിക്കാരി പ്രതിയെ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുന്നത് തന്നെ. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി മൊബൈൽ ഫോണിൽ നിരന്തരം ബന്ധപ്പെടുകയും ചിലരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനുശേഷം കണ്ണപുരം ചെറുകുന്നിലെ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തിച്ചുകൊണ്ട് 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു കാലയളവിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നും 23 പവന്റെ സ്വർണങ്ങളും സ്വത്ത് വിറ്റ് കിട്ടിയ ഏതാണ്ട് 30 ലക്ഷം രൂപയും അതുപോലെ തന്നെ വായ്പയെടുത്ത് വാങ്ങിയിട്ടുള്ള കാറും തന്ത്രത്തിൽ കൈവശപ്പെടുത്തി വഞ്ചിച്ചു എന്നുള്ള പരാതിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ വാസ്തവത്തിൽ തളിപ്പറമ്പ് പെരിങ്ങോം പോലീസ് സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കേസുകൾ നിലവിലുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ചീമേനിയിലെ ഒരു സ്ത്രീയിൽ നിന്നും ഏജൻസി വാഗ്ദാനം നൽകിക്കൊണ്ട് മാത്രം ഏതാണ്ട് 12 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത്. ആ ഒരു പരാതിയും സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. തളിപ്പറമ്പിലെ പുളിപ്പറമ്പ് സ്വദേശിനിക്കൊപ്പം പടന്ന പയ്യങ്കയിലെ വാടക വീട്ടിൽ താമസിച്ചു വരവെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് എടക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിൽ ഹാജരാകാതെ ഒളിവിൽ പോയതിന്റെ ഭാഗമായിട്ട് തന്നെ കോടതി ഇയാളെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തുകയും നിരവധി സ്ത്രീകളെ കബളിപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു എന്ന പരാതികൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുള്ള പലരും അപമാനം ഭയന്ന് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് പോലീസുകാർ പറയുന്നത്.